ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റവ കൊണ്ട് യമ്മി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു കിഡിലൻ സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ യമ്മി റവ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ 1.25 കപ്പ് വെള്ളം എന്ന അളവിൽ എടുത്താലേ നമ്മുടെ റവ കുക്കായിട്ട് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് അല്പം കൂടി പോയാലും കുറഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ റവ കുക്കായിട്ട് വരുമ്പോൾ സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇപ്പം നമ്മൾ പാനിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ റവ സ്നാക്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 5 ഏലക്ക ചതച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ മുഴുവനായിട്ടും വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി നമുക്ക് എടുത്തു മാറ്റാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ മുഴുവനായിട്ടും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഏലക്കയുടെ തൊലി എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. അതിനുശേഷം മാത്രം റവ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള ഈ റവ ഇനി വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റവ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒട്ടും തന്നെ കട്ട കെട്ടാതെ വേണം നമ്മുടെ റവ കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ റവ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ റവ കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട്, എങ്കിലും അല്പം ചൂടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. ഇനി നമ്മൾ ഈ റവയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിലുള്ള ഓയിലും കൂടിയാണ്. ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറു ചൂടോടെ തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക. ഇപ്പം നമ്മുടെ റവ സ്നാക്സിനുള്ള ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ കുഴച്ചെടുക്കണം. അടുത്തതായി നമുക്ക് ഈ സ്നാക്സിലേക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ 1 അച്ച് ശർക്കര ഇവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും എടുക്കാം. പക്ഷേ ശർക്കര എടുക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്സിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ശർക്കര പൊടിയിലേക്ക് 5 ടേബിൾ സ്പൂൺ അളവിലുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ശർക്കരയും അതുപോലെ തന്നെ തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്നാക്സിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്നാക്സ് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മുടെ ഡോയിൽ നിന്ന് ഏകദേശം ഒരു മീഡിയം വലിപ്പത്തിലുള്ള അത്രയും ബോൾസ് ആക്കി മാറ്റുക. ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തെടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫില്ലിങ് കൂടി പോയാൽ നമ്മളിത് ക്ലോസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഉന്നക്ക ഷേപ്പിലാണ് നമ്മൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബോൾസ് ഷേപ്പിലോ അതല്ലെങ്കിൽ കട്ട്ലേറ്റ് ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ സ്ക്രാച്ച് ഇല്ലാതെയാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ റവ സ്നാക്സും ഒട്ടും തന്നെ സ്ക്രാച്ച് ഇല്ലാതെ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മുടെ റവ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഓരോ സ്നാക്സ് ആയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. റവയും ശർക്കരയും തേങ്ങയും എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസുകളാണ്. എപ്പോഴെങ്കിലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റ് ആണ്. 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഈ സ്നാക്സ് എല്ലാം ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ സ്നാക്സ് എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം.
ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ശർക്കരയെല്ലാം മെൽട്ടായിട്ട് നല്ല ജ്യൂസി ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മുടെ യമ്മി ആൻഡ് ജ്യൂസി റവ സ്നാക്സ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.